ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO, വിമൻ CPO ഒക്കെ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. PSCയുടെ ഏതൊരു എക്സാമിനേഷൻ എഴുതുന്നവർക്കും കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുന്നോ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വരാൻ പോകുന്ന ആ ഒരു എക്സാം സമയത്താണ് നിങ്ങൾ ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ പോകുന്നത്. കാരണം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. പിന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏത് ഏരിയയിൽ നിന്നാണ് വെയിറ്റേജ്, ഏത് ഏരിയയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അതിൽ ഓരോരുത്തരും ചെയ്തിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങുന്ന കമന്റ് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ചില കുട്ടികൾ പറഞ്ഞ 150 ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കൂടുതൽ എനർജി എന്നൊക്കെ കമന്റ് ചെയ്യാൻ കണ്ടു. ഭയങ്കര സന്തോഷം. പിന്നെ റഫ്സൽ റഹ്മാൻ, അതുപോലെ തന്നെ അനൂപ് പിള്ള, ഇവരൊക്കെയാണ് മിക്കവാറും. ഇവരുടെ ഒരു വിജിത്ത്, ഇവരുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നാറുണ്ട്. കാരണം ഭയങ്കര പ്രചോദനപരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളിൽ നിന്നുള്ള ഇതുപോലുള്ള കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. സോ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആണ്. അതിന് മുമ്പൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പിലൂടെ LDC ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6238948911 എന്ന നമ്പറിലേക്ക്, അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ക്ലാസ്സും പിന്നെ 150 ടോപ്പിക്സ് ക്വസ്റ്റിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല ഉയർന്ന റാങ്ക് നേടി LDC ഉയർന്ന റാങ്ക് ലിസ്റ്റിലെത്തി നിങ്ങളുടെ സ്വപ്ന ജോലി നേടാനായിട്ട് നിങ്ങൾക്ക് അത് സഹായകരമാകും. ഓക്കെ, അപ്പൊ നമുക്കിതാ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 51. സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം. സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. CA അതായത് കാൽസ്യം, അതുപോലെ തന്നെ സിലിക്ക, ദെൻ അലൂമിനിയം, ജിപ്സം. നമുക്കറിയാം സാധാരണയായിട്ട് സിമെന്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഘടകം ഏതാണ്? അത് കാൽസ്യം തന്നെയാണ് അല്ലെ. അപ്പം CaO എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഓപ്ഷൻ A ആണ്. അതായത് 60 മുതൽ 67 വരെ ശതമാനത്തിലാണ് ഇത് കാണുന്നത്, CaO കാണുന്നത്. കാൽസ്യം, സിലിക്ക, അലൂമിന, ചുണ്ണാമ്പ് എന്നിവയാണ് സിമെന്റിൽ ചേർക്കുന്നവ. അതിന്റെ CaO 60 മുതൽ 67% വരെ ആയിരിക്കും കാണപ്പെടുക. നെക്സ്റ്റ്, മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ. അലിംഗം, ആനന്ദഭാരം, സമ്പർക്ക ക്രാന്തി, അന്ധകാരനഴി. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവലാണ് ഏതാ? അലിംഗം. അലിംഗം എന്ന നോവല് S. ഗിരീഷ് കുമാറിന്റെയാണ് കേട്ടോ. S. ഗിരീഷ് കുമാർ സ്ത്രീ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനം കവർന്ന ഓച്ചിറ വേലിക്കുട്ടി എന്ന നായികാ നടന്റെ ദ്വന്ദ്വ ജീവിത സംഘർഷങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണ് അലിംഗം. ഓക്കെ, പറ്റുമെങ്കിൽ വായിച്ചു നോക്കാം. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. മലയാള നാടകങ്ങളില് അതായത് ഒരു ദ്വന്ദ്വ ജീവിത സംഘർഷം, അതാണ് ഈ അലിംഗം നോവലിലൂടെ കാണിക്കുന്നത്. S. ഗിരീഷ് കുമാറിന്റെ നോവലാണ് അലിംഗം. നെക്സ്റ്റ്, ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആര് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് കേട്ടോ. ഹർമൻപ്രീത് കൗർ. നെക്സ്റ്റ്, ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? ഇവിടെ ഞാൻ ഉണ്ടെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? അയ്യപ്പ പണിക്കർ, സുഗതകുമാരി, PP രാമചന്ദ്രൻ, കടമ്മനിട്ട. PP രാമചന്ദ്രന്റെ കവിതമരത്തിലെ വരികളാണ് ഏതാ? ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. PP രാമചന്ദ്രന്റെ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? BNCAP. BNCAP എന്ന് പറഞ്ഞാൽ ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ആണ് ഏതാ? BNCAP. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? BNCAP എന്നുള്ളതാണ് അല്ലെ. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MD വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ, വള്ളത്തോൾ, മാർക്ക് ട്വെയിൻ. ശരിയായ ജോഡി കണ്ടെത്താനാ പറഞ്ഞത്.
CV രാമൻപിള്ള നമുക്കറിയാം കേരള സ്കോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പീറ്റർ സ്കോട്ടിൽ നിന്നാണ് കേരള സ്കോട്ട് ആയത്. CV രാമൻപിള്ള പീറ്റർ സ്കോട്ട് അല്ലെങ്കിൽ CV രാമൻപിള്ള കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്നു. ജോഡി ശരിയാണ് അല്ലെ. MT വാസുദേവൻ നായർ അറിയപ്പെടുന്നത് കേരള ഹെമിംഗ്വേ എന്നാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ആര്? MT വാസുദേവൻ നായർ. ONV കുറിപ്പ് അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്നാണ്. അപ്പം അലക്സാണ്ടർ പുഷ്കിൻ എന്നറിയപ്പെടുന്നത് അല്ലെ, കേരളത്തിന്റെ അലക്സാണ്ടർ പുഷ്കിൻ ആണ് ആര്? ONV കുറിപ്പ്. നെക്സ്റ്റ് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ എന്നറിയപ്പെടുന്ന മാർക്ക് ട്വെയിൻ അല്ല. വള്ളത്തോൾ നാരായണ മേനോൻ എന്നറിയപ്പെടുന്നത് എന്താണ്? കേരള ടെന്നിസൺ. കേരള ടെന്നിസൺ എന്നാണ് വള്ളത്തോൾ നാരായണ മേനോൻ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, കേരള മാർക്ക് ട്വെയിൻ ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേട്ടോ. അപ്പൊ തന്നിരിക്കുന്നതിനകത്ത് 1, 2, 3 ആണ് ശരിയായ ജോഡി. ഓപ്ഷൻ എ 1, 2, 4, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4 ആൻഡ് ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം ശരി. 1, 2, 3 മാത്രം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 57. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആര്? കൊട്ടാരക്കര തമ്പുരാൻ, KPS മേനോൻ, SK നായർ, ഐമനം കൃഷ്ണ കൈമാൾ. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണ കൈമളാണ്. ഐമനം കൃഷ്ണ കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. നെക്സ്റ്റ് 58. ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് തെറ്റായതുകൊണ്ട് PSC ഡിലീറ്റ് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. 58ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 59. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശ്രദ്ധിക്കണേ. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. നമുക്കറിയാം മോഡം എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ ആണ് അല്ലെ. മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ ആണ്. അപ്പം ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റലാക്കാനും കഴിവുള്ള മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ ആണ് എന്താ? മോഡം. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രസ്താവന എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. തന്നിരിക്കുന്ന 3 പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ എ 1ഉം 3ഉം, ഓപ്ഷൻ ബി മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നെക്സ്റ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 2000 അല്ലെങ്കിൽ IT ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി 2000 നവംബർ 7, 2000 ഒക്ടോബർ 10, 2000 ഓഗസ്റ്റ് 7, 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17നാണ് IT ആക്ട് അല്ലെ. IT ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്തത്. നമ്മൾ ഇവിടെ കണ്ട 10 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അറിയാം കൂടുതലും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടു കേരള സ്കോട്ട്, കേരള ഹെമിംഗ്വേ, കേരള ടെന്നിസൺ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇതുപോലത്തെ കാര്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അത് ഞാൻ എൻ്റെ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ആ ഒരു ഏരിയ നിങ്ങൾ പഠിക്കണം. ചില വർഷങ്ങളിൽ PSC ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ച് കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇപ്പം കേരള മാർക്ക് ട്വെയിൻ ആരാണെന്ന് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. പറ്റുമെങ്കിൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അറിയത്തില്ലാത്തവരെ കമൻറ്റിൽ നിന്ന് കണ്ടു പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീസെൻ്റ്ലി വരുന്ന ചില ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പം നമ്മുടെ ആപ്പിലെ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ മാർക്ക് അതവിടെ സെക്യൂർ ആണ്. അപ്പം നമുക്കിങ്ങനെ യൂട്യൂബിലൂടെ തരിക എന്ന് പറയുന്നത് അത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. യൂട്യൂബിലൂടെ തരുന്നതിനും ആപ്പിലൂടെ തരുന്നത് നമുക്ക് കുറച്ചുകൂടി വൈഡായിട്ട് തരാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ യൂട്യൂബിൽ നമുക്കിപ്പോൾ നോട്ട്സ് ഇടുന്നതിനും ഒക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ ആപ്പിലെ ക്ലാസ് എടുത്ത കുട്ടികൾക്കൊക്കെ ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ റെഗുലറായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് പോകുന്നുണ്ട്. അവർക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ക്ലാസ്സിലില്ലാത്ത പിള്ളേരുണ്ടെങ്കിൽ പത്രമൊക്കെ വൃത്തിയായിട്ട് വായിച്ച് റീസെൻ്റ്ലി വന്ന ബുക്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്